ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് ഇസ്ലാമുദ്ദീൻ. എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 എഴുതിയാണ് അവിടെ കയറിയത്. അതിൻ്റെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റ് ലോറിംഗ് പേപ്പർ പ്രഷറും നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എലിവേഷനും ബോയിലിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞു തരികയായിരുന്നു. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ നമ്മൾ കണ്ടു, വാട്ടറിൽ നമ്മൾ 1 മോൾ അല്ലേ, 1 കിലോ വാട്ടറിൽ നമ്മൾ 1 മോൾ സുക്രോസ് ആഡ് ചെയ്തപ്പോൾ ബോയിലിംഗ് പോയിന്റ് 373.52 കെൽവിൻ ആയിട്ട് മാറി അല്ലേ. പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 373.15 ആയിരുന്നു. ഓക്കെ, അവിടെ നിന്ന് 373.52 ആയിരുന്നു. ഓക്കെ, let T0 be the boiling point of the pure solvent and TB be the boiling point of the solution. T0 B എന്ന് പറയുന്നത് നമ്മുടെ പ്യുവർ സോൾവെന്റ്. ഈ കേസിൽ വാട്ടറിന്റെ പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് T0 B നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് നമ്മൾ TB എന്ന് എടുക്കും. അപ്പൊ എന്താണ് ഇൻക്രീസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB. അപ്പം എത്ര ബോയിലിംഗ് പോയിന്റ് കൂടി നമ്മൾ എങ്ങനെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് മൈനസ് പ്യുവർ സോൾവെന്റ് ബോയിലിംഗ് പോയിന്റ്. അതാണ് ഡെൽറ്റ TB ഈക്വൽ ടു TB മൈനസ് T0 B. ഇതാണ് എന്ത് ഡെൽറ്റ TB ആണ് നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. Experiments have shown that for dilute solutions the elevation of boiling point delta TB is directly proportional to the molar concentration of the solute in solution. ഇപ്പം ഡൈല്യൂട്ട് സൊല്യൂഷൻസിന് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിന്റെ മോളൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് എക്സ്പെരിമെന്റിലൂടെ നമ്മൾ കണ്ടെത്തി. എന്ന് പറയാം ഡെൽറ്റ TB ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെൽറ്റ TB എന്ന് പറയുന്നത് KB ഇൻറ്റു എം എന്നാണ്. ഇപ്പൊ KB എന്താണ് അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് KB. ആ KB എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്, വേറെ പേരാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു സൊല്യൂഷനിൽ നമ്മൾ 1 മോളാൽ സൊല്യൂട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ ഉണ്ടാവുന്ന ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് ഡെൽറ്റ TB. ഈ ഡെൽറ്റ T ഈക്വൽ ടു KB ടെമ്പറേച്ചർ ഉണ്ട്. ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു എം എന്നിട്ട് അല്ലേ. അപ്പൊ M1 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? M1 ആയി കഴിഞ്ഞാൽ ഡെൽറ്റ TB ഈക്വൽ ടു KB ആവും അല്ലേ. അപ്പൊ എന്ന് വെച്ചാൽ ഒരു മോളാൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ റൈസ് ബോയിലിംഗ് പോയിന്റിന്റെ റൈസ് ആണെന്ത് ആ സൊല്യൂഷന്റെ അല്ലെങ്കിൽ ആ സോൾവെന്റിന്റെ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് KB ഈസ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ ഇല്ല. ഇപ്പം ഇവിടെ ഈ ഫോർമുലയിൽ M എന്ന് പറയുന്നത് മൊളാലിറ്റി, ഡെൽറ്റ TB എന്താണ് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്, KB എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. KBയുടെ യൂണിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പം അതെങ്ങനെ എടുക്കുന്ന KB എന്താണ് ഡെൽറ്റ T, KBയുടെ വാല്യൂ എന്ത് വരും? KBയുടെ വാല്യൂ ഡെൽറ്റ TB ബൈ M എന്ന് വരും അല്ലേ. ടെമ്പറേച്ചറിന്റെ കെൽവിൻ യൂണിറ്റ് ബൈ മൊളാലിറ്റി എന്ന് പറയുന്നത് എന്താണ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് അല്ലേ. മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോൾസ് ഓഫ് സോൾട്ട് പിന്നെ മേളിൽ പെർ കിലോഗ്രാം ഓഫ് സോൾട്ട് വരുമ്പം ഇതും കൂടെ വരും. അപ്പം കെൽവിൻ കിലോഗ്രാം പെർ മോൾ അതിൽ നിന്ന് യൂണിറ്റ് ആയിരിക്കും. ഇത് മനസ്സിലായി. KB നമ്മൾ എടുക്കുന്ന എന്താണ് KB എന്ന് പറയുന്നത് ഡെൽറ്റ TB ബൈ M എന്ന് വരും അല്ലേ. മൊളാലിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ. അപ്പൊ ആ യൂണിറ്റ് മോൾ പെർ kg എന്ന് വരും. ടെമ്പറേച്ചറിന് നമുക്കറിയാം കെൽവിൻ ആണ്. അപ്പൊ കെൽവിൻ ബൈ മോൾ പെർ kg എന്ന് വരും. യൂണിറ്റ് എന്ത് വരും? കെൽവിൻ കിലോഗ്രാം പെർ മോൾ എന്ന് വരും. അതാണ് KBയുടെ യൂണിറ്റ്. ഓക്കെ, വാല്യൂസ് ഓഫ് KB ഫോർ സം കോമൺ സോൾവെന്റ്സ് ആർ ഗിവൺ ഇൻ 1.3. നമ്മുടെ ഈ ടേബിളിലാണ്ട് കുറച്ച് സോൾവെന്റ്സിന്റെ KB വാല്യൂസ് കൂടെ തന്നിട്ടുണ്ട്. ഇഫ് W2 gram of solute of molar mass M2 is dissolved in W1 gram of solvent, then molality M of the solution is given by the expression. ഇപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റിലേക്ക് നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൊളാലിറ്റി ഡിക്വേഷൻ എന്ത് M is equal to W എന്താണ് നമ്മൾ മൊളാലിറ്റി ഡിക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് M is equal to N by WA NB by WA into 1000 അല്ലേ. NB എന്ന് പറയുന്നത് എന്താണ് WB by MB by WA. B എന്ന് പറയുന്ന സൊല്യൂട്ട്, E എന്ന് പറയുന്ന സോൾവെന്റ് എന്നാലും അത് തന്നെ ഇവിടെ എടുത്തേക്കുന്നത്. ഒരു സൊല്യൂട്ടിന് പകരം സൊല്യൂട്ടിന്റെ ബിന് പകരം ഒരു 2 എടുത്തേക്കുന്നു, സോൾവെന്റിന്റെ 1 പകരം A എടുത്തേക്കുന്നു. അപ്പൊ അവിടെ നിന്ന് ഈ ഫോർമുല നമുക്ക് കിട്ടും. M is equal to 1000 W2 by M2 into W1. എന്നിട്ട് ആ എമ്മിന്റെ വാല്യൂ എടുത്ത് നമ്മൾ ഡെൽറ്റ TBയുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഡെൽറ്റ TBയുടെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ സൊല്യൂട്ടിന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂട്ട് നമ്മൾ സൊല്യൂഷനിൽ മിക്സ് ചെയ്തിട്ട് ആ സൊല്യൂഷന്റെ അല്ലെങ്കിൽ ആ സൊല്യൂട്ടിന്റെ മോളിക്യുലർ മാസ് കണ്ടുപിടിക്കുന്നതാണ്. അതിൽ നമുക്ക് M2 മാത്രം എടുത്ത് പുതിയ ഫോർമുല ഉണ്ടാക്കുന്നത്. M2 ഇക്വേഷൻ എന്ന് പറയുന്നത് 1000 into WB into KB by ഡെൽറ്റ TB into W. ഇതാണ് വരുന്നത് ഫൈനൽ ഇക്വേഷൻ. അപ്പം നമ്മൾ മിക്സ് ചെയ്യാൻ സൊല്യൂട്ടിന്റെ മോളിക്യുലർ മാസ് ഈ ഫോർമുലയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ ഒരു സോൾവെന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തു, ഇത്ര ബോയിലിംഗ് പോയിന്റ് കൂടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളിക്യുലർ മാസ് എന്താണെന്നൊക്കെ ആയിരിക്കും ചോദ്യം വരും. ഓക്കെ, അപ്പൊ ഈ ഫോർമുല നമ്മൾ ഉപയോഗിച്ചു. Thus, in order to determine M2 molar mass of the solute, non-mass of solute in non-mass of solvent is taken and delta TB is determined experimentally for a non-solvent whose KB values
ഉണ്ട്. ഇല്ല, ഇപ്പൊ ഒരു സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് നമുക്ക് വേണമെങ്കിൽ എന്താണ് നമ്മളൊരു സോൾവെന്റിലേക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റിലേക്ക് നമ്മൾ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെരിമെന്റലി എത്ര ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു നമ്മൾ നോട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് അതിൽ നമ്മൾ ഇതേപോലെ M2 കണ്ടുപിടിച്ചെടുക്കുന്നു. പക്ഷെ അത് പ്രശ്നം എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സോൾവെന്റിന്റെ KB വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലും നമുക്ക് ഈ ഫോർമുല വെച്ച് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, the lowering of vapor pressure of a solution causes the lowering of the freezing point compared to that of the pure solvent. എന്താണ് വേപ്പർ പ്രഷർ കുറയുന്നതുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റും പ്യൂർ സോൾവെന്റ് കുറയും. We know that at freezing point of a substance, the solid phase is in dynamic equilibrium with the liquid phase. അപ്പം ഫ്രീസിംഗ് പോയിന്റ് എന്താണ്? സോളിഡും ലിക്വിഡും ഡൈനാമിക് ലിക്വിഡിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ് പോയിന്റ് ആണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. Thus, the freezing point of a substance may be defined as the temperature at which the vapor pressure of the substance in its liquid phase is equal to its vapor pressure in the solid phase. അപ്പോൾ നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചർ ആണ് ഇപ്പോൾ ഇവിടെ സോളിഡ് ഫേസിലുള്ളതിന്റെയും ലിക്വിഡ് ഫേസിലുള്ളതിന്റെയും വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്ന സമയം, അതാണ് എന്ത് ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, a solution will freeze when its vapor pressure equals the vapor pressure of the pure solid solvent, as is clear from figure 1.8. നമുക്ക് ഇവിടെ നമ്മുടെ ലിക്വിഡ് സോൾവെന്റ് ഉണ്ട്, ഈ ഗ്രാഫിൽ ഇവിടെ ഫ്രോസൺ സോൾവെന്റ് ഉണ്ട്. അതിൽ രണ്ടിന്റെ വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്ന പോയിന്റ് ആ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ T0F എന്ന് ഇവിടെ കാണിച്ചേക്കും. ഓക്കെ, according to Rolle's law, when a non-volatile solid is added to the solvent, its vapor pressure decreases and now it will become equal to that of the solid solvent at lower temperature. Rolle's law വെച്ച് നമ്മൾ non-volatile solute ആഡ് ചെയ്താൽ അതിന്റെ വേപ്പർ പ്രഷർ കുറയും അല്ലേ? വേപ്പർ പ്രഷർ കുറയുമ്പോൾ എന്താണ്, ഇപ്പൊ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഇതാണ്. ഇപ്പം വേപ്പർ പ്രഷർ കുറയുമ്പോൾ എന്താണ്, ഇതായിരുന്നു നോർമൽ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ. പക്ഷേ സൊല്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ, ആ വേപ്പർ പ്രഷർ താഴോട്ട് പോയി ഇതായി അതിന്റെ പുതിയ ലൈൻ. അപ്പൊ ആ ലൈൻ ഫ്രോസൺ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാ ഇപ്പൊ ഇവിടെയായി. ആ ടെമ്പറേച്ചർ ആണ് ഇപ്പോഴത്തെ TF അല്ലെങ്കിൽ പുതിയ ഫ്രീസിംഗ് പോയിന്റ് അതാണ് അല്ലേ? ഇപ്പം T0F ന്ന് TF കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, അതാണ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ΔTF എന്ന് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതുകൊണ്ട് ഈ വേപ്പർ പ്രഷർ കുറയുന്നതുകൊണ്ട് എന്താണ്, വേപ്പർ പ്രഷർ കുറയുന്നതുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ് കുറയും. കാരണം ആ രണ്ടിന്റെയും വേപ്പർ പ്രഷർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഫ്രീസിംഗ് പോയിന്റ്. അപ്പം ഒരെണ്ണത്തിന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റും താഴോട്ട് പോകും ഇല്ലേ? അതാണ് അവിടെ സംഭവിച്ചത്. ആദ്യം ഇവിടെ ആയിരുന്നു ഇന്റർസെക്ട് ചെയ്തിരുന്നത്, പിന്നെ അത് ഇവിടെ. T0F be the freezing point of the pure solvent. അപ്പൊ പ്യൂർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ T0F എടുത്തു. പിന്നെ നമ്മുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ TF എന്നെടുക്കും. അങ്ങനെയാണെങ്കിൽ ഡിക്രീസിംഗ് ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ ΔTF എന്നെടുക്കുന്നു. ΔTFന്റെ വാല്യൂ T0F മൈനസ് TF ആണ്. അതാണ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് അറിയപ്പെടുന്നത്. Similar to elevation of boiling point, depression of freezing point ΔTF for dilute solutions is directly proportional to molality. ഇവിടെ നമ്മൾ elevation of boiling point പറഞ്ഞ പോലെ തന്നെ dilute solutionsന് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ എന്താണ് ΔTF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M എന്ന് നമുക്ക് എഴുതാം. ഇവിടെ ΔTF നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ കോൺസ്റ്റന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ അതിന് വേറെ പേരാണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ അതിന്റെ കാര്യം എന്താ പറയുക, നമ്മൾ ഏതെങ്കിലും സോൾവെന്റ് 1 മോളാർ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, അതാണ് അതിന്റെ KF വാല്യൂ നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ മറ്റേ എടുത്ത പോലെ തന്നെ എന്താണ് KB-യുടെ യൂണിറ്റ് എടുത്ത പോലെ ഇതിന്റെയും KF-ന്റെ യൂണിറ്റും സെയിം തന്നെയാണ്, എന്താണ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഇപ്പൊ KF-ന്റെ വാല്യൂസും സോൾവെന്റ് KF വാല്യൂസും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. KB വാല്യൂസും KF വാല്യൂസും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, മറ്റേടത്ത് നമ്മൾ എന്താണ് ΔTF KB M എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്താണ് M2 ഇല്ലേ, M2ന്റെ ഇക്വേഷൻ നമ്മൾ എടുത്തില്ലേ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് M2ന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കറിയാം മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുന്നു. ആ മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ΔTF KF M എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ M2ന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കും. ഇവിടെ നമുക്ക് എന്താണ് അവിടെ ബോയിലിംഗ് പോയിന്റ് ഉണ്ടായ വ്യത്യാസം വെച്ച് നമ്മൾ സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ ഫ്രീസിംഗ് പോയിന്റിനുള്ള കുറവ് വെച്ച് നമ്മൾ എന്താണ് ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള വഴി ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ,
ഇങ്ങനെ പ്രോബ്ലംസ് വരും. എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു. സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ ഒരു സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഇതിൽ നിന്ന് ഇത് എത്രയായിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് എന്താണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യും. ഓക്കെ. For determining the molar mass of the solute, we should know the quantities W1, W2, delta TF along with the molar freezing point. ഇപ്പം M2 അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ അറിയാത്ത കാര്യങ്ങൾ ഏതൊക്കെയുള്ളത്? KF അറിഞ്ഞൂടാ അല്ലെ? KF അറിയണം, എന്താ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ വെയിറ്റ് അറിയണം, എടുത്ത സോൾവെന്റിന്റെ വെയിറ്റ് അറിയണം, ഡെൽറ്റ TF എത്ര ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു എന്ന് അറിയണം. ഇത്ര അറിയാമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. The values of KF and KB, which depend upon the nature of the solvent, can be ascertained from the following relations. KF ന്റെയും KB യുടെയും വാല്യൂ നമുക്ക് ഈ റിലേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. KF ന്റെ ഇക്വേഷൻ എന്താണ്? KF RM1 × TF²/1000 ഡെൽറ്റ H. RM T²/1000 ഡെൽറ്റ H അത് അറിയിച്ചാൽ മതി. A is equal to RM T²/1000 ഡെൽറ്റ H. എന്നിട്ട് KF ആണെങ്കിൽ ഈ ടി എന്ന് പറയുന്നത് TF ആവും, ഡെൽറ്റ H എന്ന് പറയുന്നത് ഡെൽറ്റ H ഫീഷൻ ആവും. ഓക്കെ. പിന്നെ അതല്ല KB യുടെ വാല്യൂ ആണെങ്കിൽ ടി എന്ന് പറയുന്നത് TB ആവും ബൈ ഡെൽറ്റ H വേപ്പറൈസേഷൻ. ഓക്കെ, അതേ ഉള്ളൂ വ്യത്യാസമാണ്. അപ്പൊ ഈ ഒരു ഫോർമുല ആലോചിച്ച് വെച്ചാൽ ക്വസ്റ്റ്യൻ അത് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് KF ഉം KB യും കണ്ടുപിടിച്ചോട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇവിടെ R എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. M1 എന്ന് പറയുന്നത് സോൾവെന്റിന്റെ മോളിക്കുലർ മാസ്. ഓക്കെ, അതെല്ലാം അറിയാതാണല്ലോ. നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. 18 gram of glucose C6H12O6 dissolved in 1 kilogram of water in a sauce pan. ഒരു സോസ് പാനിൽ നമ്മൾ 1 kilogram വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 18 gram ഗ്ലൂക്കോസ് ഡിസോൾവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് 1.013 ബാർ അല്ലെങ്കിൽ STPയിൽ ഏത് ടെമ്പറേച്ചറിലാണ് ഈ എന്താണ് വാട്ടർ ബോയിൽ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വാട്ടറിന്റെ KB നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ TB എന്ന് പറയുന്നത് എന്താണ്? TB മൈനസ് T0B ആണ്. TB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. T0B നമുക്ക് വാട്ടറിന്റെ എത്രയാണ് നമുക്ക് അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ TBയുടെ ഇക്വേഷൻ എന്താ വരും? TB = ഡെൽറ്റ TB മൈനസ് T0B എന്ന് വരും. അപ്പൊ ഡെൽറ്റ TB കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഡെൽറ്റ TB കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഡെൽറ്റ TB = KB × മൊളാലിറ്റി വരും അല്ലേ? KBയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 0.52 നമുക്ക് തന്നിട്ടുണ്ട്. മൊളാലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. എത്ര സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്തത്? 18. അതിന്റെ ഇക്വേഷൻ അത് ചെയ്യുക. TB × WB/MB × WA × 1000. KBയുടെ വാല്യൂ എഴുതിയിട്ട് 0.52 × WB 18 gram ഗ്ലൂക്കോസ് ആണ് ആഡ് ചെയ്തത്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് 180 ആണ്. ആഡ് ചെയ്തത് 1 കിലോ വെള്ളമാണ്. നമ്മൾ ഇടേണ്ടത് തന്നേക്കുന്നത് എന്താണ്? ഗ്രാമിലാണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ മേൽ 1000 ആവശ്യം. അപ്പം 1000 നമുക്ക് വേണ്ട. അവിടെ 1 കിലോ തന്നിട്ടുണ്ട്. അപ്പൊ അത് 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതേ ചോപ്പാണെങ്കിൽ ഇവിടെ 0.52 × 1/10 എന്ന് വരും. വെച്ചാൽ 0.052. അതാണ് ഇത് ഉണ്ടാവുന്ന ഡെൽറ്റ TBയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ TBയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാം. ഡെൽറ്റ TB ഇവിടെ പ്ലസ്. ഓക്കെ, ഡെൽറ്റ TBയുടെ വാല്യൂ ഡെൽറ്റ TB എത്ര? 0.052 പ്ലസ് T0Bയുടെ വാല്യൂ എത്ര? വാട്ടർ ബോയിൽ ചെയ്യാൻ 373.15 കെൽവിൻ. അതങ്ങോട്ട് ആഡ് ചെയ്താൽ നമുക്ക് 2.0.373 അതാണ് കൂടെ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഇതേപോലെ തന്നെ ഒരു ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 5 gram of ethylene glycol is mixed with 600 gram of water. Calculate the freezing point depression and freezing point of the solution. നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഡെൽറ്റ TF-ഉം TF ഇത് രണ്ടും കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെൽറ്റ TF ഇക്വേഷൻ എന്താ നമുക്കറിയാം. ഡെൽറ്റ TF = T0F -
ടി എഫ് അല്ലേ? നമുക്ക് വേണ്ടത് ഡെൽറ്റ ടി എഫും ടി എഫ് രണ്ടും വേണം. അപ്പം അത് നമുക്ക് ആദ്യം ഡെൽറ്റ ടി എഫ് ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഉണ്ട് അല്ലേ? എത്തിലീൻ ഗ്ലൈക്കോളിന്റെ ഡെൽറ്റ ടി എഫിന്റെ എന്താണ് കെ എഫിന്റെ വാല്യൂ 1.86 ആണ്. അത് നമുക്ക് ടേബിളിൽ തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ നമുക്കത് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ടേബിളിൽ നിന്ന് അടുത്ത് വേണം ചെയ്യാൻ. തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ തന്നെ മറന്നായിരിക്കും. ഇപ്പം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ലാണ്ട് 1.86 അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റ ടി എഫ് 1.86 നമുക്ക് കിട്ടി. അതിന്റെ മൊലാലിറ്റി നമ്മൾ ചെയ്യാം. ഡബ്ല്യു ബി എത്ര എത്തിലിംഗ് കൊടുത്ത 45 ബൈ എത്തിലിംഗ് ഗ്ലൈക്കോളിന്റെ മോളാർ മാസ് വരുന്നത് 62 ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു ബൈ ഡബ്ല്യു എ എത്രയാണ്? 600 ഗ്രാം എടുത്തു. 600 ഗ്രാം അതിന്റെ 1000 രൂപ. ഇത് രണ്ടും പോയി 6 വരും. നമുക്ക് 1.86 ഇൻറ്റു 45 ബൈ 6 ഇൻറ്റു 62 നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 2.2 കെൽവിൻ കിട്ടും. ഡെൽറ്റ ടി എഫ് 2.2 കെൽവിൻ കിട്ടും. ഓക്കെ, നമുക്ക് വാട്ടറിന്റെ നോർമൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 273 കെൽവിൻ ആണല്ലേ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഡെൽറ്റ ടി എഫ് നമുക്ക് കിട്ടി. ഇപ്പൊ 2.2 എന്ന് പറയുന്നത് T0 എഫ് 273 മൈനസ് ഇപ്പോഴത്തെ ഫ്രീസിംഗ് പോയിന്റ് ടി എഫ്. ടി എഫ് അപ്പം എന്ത് വരും? 273 മൈനസ് 2.2 270.8 കെൽവിൻ എന്ന് വരും ഇപ്പോഴത്തെ ഫ്രീസിംഗ് പോയിന്റ്. അപ്പം സൊല്യൂഷന് ഫ്രീസിംഗ് പോയിന്റ് കിട്ടി, ഡിപ്രഷന് ഫ്രീസിംഗ് പോയിന്റ് കിട്ടി. ഓക്കെ, നമ്മൾ രണ്ടിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് അടുത്ത നമുക്ക് ഇനി അടുത്ത ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ആയ ഓസ്മോട്ടിക് പ്രഷറിലേക്ക് പോകാം. ഓക്കെ, there are many phenomena which are observed in nature or at home. For example, raw mangoes shrivel when pickled in brine. Wilted flowers revive when placed in fresh water. Blood cells collapse when suspended in saline water. നമുക്ക് ഞാൻ പല ഫിനോമിനൻസ് ഇവിടെ പറയുന്നത്. എന്താണ്? നമ്മൾ ഉപ്പുവെള്ളത്തിൽ മാങ്ങ ഇട്ട സ്ഥലത്തില്ലേ, മാങ്ങ ഷ്രിവലി അല്ലേ, എന്നുവെച്ചാൽ ചുരുങ്ങും. മാങ്ങയുടെ തൊലി അതെല്ലാം ചുരുങ്ങുന്നുണ്ടോ കാണാൻ പറ്റും. ഉണങ്ങിയ പൂ നമ്മൾ ഇച്ചിരി ചെറുതായിട്ടൊന്ന് വാടിപ്പോ, ഉണങ്ങിയ പൂ അല്ല വാടിയ പൂ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അല്ലേ അത് തിരിച്ച് ഫ്രഷ് ഫ്ലവർ പോലെ ആവും അല്ലേ തിരിച്ച്. പിന്നെ ബ്ലഡ് സെൽസ് നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ എന്താ ബ്ലഡ് സെൽസ് കൊളാപ്സ് ആവും. ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താ? If we look into these processes, we find one thing common in all. That is, all these substances are bound by membranes. ഈ സബ്സ്റ്റൻസ് എല്ലാം എന്താണ്? മെംബ്രെയിൻ വെച്ച് ബൗണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ? ഇപ്പൊ എല്ലാത്തിലും സെൽസ് ആണ്. സെൽസിനെല്ലാം മെംബ്രെയിൻ ഉണ്ട് അല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. These membranes can be of animal or vegetable origin, and these occur naturally such as pig's bladder or parchment, or can be synthetic such cell. Okay, അപ്പം പലതരം മെംബ്രെയിൻസ് ഉണ്ടാവും അല്ലേ? അതാണ് അവിടെ പറയുന്നത്. എന്താണ്? ഒന്നെങ്കിൽ നാച്ചുറൽ ഓക്കറിംഗ് ആയിട്ടുള്ള എന്താണ് പിഗിന്റെ ബ്ലാഡർ അല്ലെങ്കിൽ പാർച്ച്മെന്റ്, അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള സെല്ലോഫെയിൻ പോലുള്ളത് ഉണ്ട് മെംബ്രെയിൻസ്. These membranes appear to be continuous sheets or films, yet they contain a network of some microscopic holes or pores. നമ്മൾ നോക്കുകയാണെങ്കിൽ മെംബ്രെയിൻ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ ഒരു കീറലോ അതേപോലെ പോർസോ ഹോൾസോ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സത്യത്തിൽ അവർക്ക് അവരുടെ വളരെ ചെറിയ പോർസ് ഇവരുടെ ഈ മെംബ്രെയിൻസിലുണ്ട്. Small solvent molecules like water can pass through these holes, but the passage of bigger molecules like solute is inhibited. അപ്പൊ ഈ പോൾസ് എന്താണ്? ഈ പോർസിലൂടെ ചെറിയ മോളിക്യൂൾസ് ആയ സോൾവെന്റ് മോളിക്യൂൾസ് ആയ വാട്ടറിനൊക്കെ കടന്നു പോകാം, പക്ഷെ സൊല്യൂട്ടിന് നീങ്ങി പോകാൻ പറ്റത്തില്ല. Membranes having this kind of properties are known as semi-permeable membranes. എന്താണ്? ഇതേപോലെ സോൾവെന്റിനെ കടത്തി വിടും പക്ഷെ സൊല്യൂട്ടിനെ കടത്തി വിടാത്ത അതുപോലെയുള്ള മെംബ്രെയിൻസ് അല്ലേ? ചെറിയ പാർട്ടിക്കിൾ ആയിട്ടുള്ള സോൾവെന്റിനെ കടത്തി വിട്ടുകൊണ്ട് സൊല്യൂട്ടിനെ പോകാൻ സമ്മതിക്കാത്ത മെംബ്രെയിൻസിനെ അതിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ എസ്റ്റിം എഴുതി കാണിക്കുമ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, assume that only solvent molecules can pass through these semi-permeable membranes. If the membrane is placed between the solvent and solution, as shown in figure 1.9. അപ്പൊ നമ്മൾ ഇതേപോലെ ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്, സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ആദ്യം സൊല്യൂട്ട് എടുത്തിരുന്നു. ഓക്കെ, സൊല്യൂട്ട് എടുത്ത് വെച്ചു, എന്നിട്ട് ഈ സോൾവെന്റിൽ നമ്മൾ മുക്കി വെച്ചു. അതാണ് പറയുന്നത്. If this membrane space between the solvent and solution as shown in figure 1.9, the solvent molecules will flow through the membrane from pure solvent to the solution. This process of flow of the solvent is called osmosis. ഇപ്പൊ ഇങ്ങനെ നമ്മൾ സൊല്യൂഷനും സോൾവെന്റ് നമ്മൾ ഇതിനകത്ത് സൊല്യൂഷൻ എടുത്ത് വെച്ചു, അതൊരു സോൾവെന്റിൽ മുക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സോൾവെന്റിൽ നിന്ന് സോൾവെന്റ് മോളിക്യൂൾസ് ഇതിലേക്ക് പാസ് ചെയ്യും. ഇങ്ങനെ സോൾവെന്റ് മോളിക്യൂൾസ്
സെമി പെർമനന്റ് മെംബ്രെയിൻ കടന്നുകൊണ്ട് ഈ സൊല്യൂഷനിലേക്ക് കടക്കുന്നതിന് ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദിസ് പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് ദി സോൾവെന്റ് ഈസ് കോൾഡ് ഓസ്മോസിസ്. ദ ഫ്ലോ വിൽ കണ്ടിന്യൂ ടു ദി ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. അപ്പൊ തന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നവരെ ഈ ഫ്ലോ നടന്നുകൊണ്ടേയിരിക്കും. ദ ഫ്ലോ ഓഫ് ദ സോൾവെന്റ് ഫ്രം ഇറ്റ് സൈഡ് ടു solution side across semi-permanent membrane can be stopped if some extra pressure is applied on the solution. അപ്പൊ എന്താണ് സൊല്യൂഷനിൽ നമ്മളൊരു എക്സ്ട്രാ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്താൽ എന്താണ് ഈ സോളിഡ് മോളിക്യൂൾസിന്റെ ഫ്ലോയെ നമുക്ക് നിർത്താൻ പറ്റും. ദിസ് പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ദി ഫ്ലോ ഓഫ് സോൾവെന്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. എന്താണ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ എന്താണ് സോൾവെന്റിന്റെ ഫ്ലോ നടക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. രണ്ട് ബീക്കർ കൺസിഡർ ചെയ്യാം അല്ലേ. ഒന്നില് നമ്മൾ 0.5 മോളർ സൊല്യൂട്ട് ആഡ് ചെയ്തു, വേറൊരു ബീക്കറിൽ നമ്മൾ 0.2 മോളർ സൊല്യൂട്ട് ആഡ് ചെയ്തു. ഓക്കെ, രണ്ട് സൊല്യൂഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു ഇതേപോലെ. രണ്ടിന്റെ മൊളാരിറ്റി നമുക്കറിയാം അല്ലേ, കോൺസെൻട്രേഷൻ അറിയാം. അപ്പൊ നമ്മൾ ഒരു സൊല്യൂഷനെ വെച്ച് മറ്റേ സൊല്യൂഷൻ കമ്പയർ ചെയ്യും. സൊല്യൂഷൻ 1, 2 ഉണ്ട്. അപ്പൊ 1, 2 വെച്ച് നോക്കുമ്പോൾ അല്ലേ, 2 നോക്കുമ്പോൾ 2, 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ് അല്ലേ, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ്. ഇപ്പൊ മറ്റൊരു സൊല്യൂഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവായ സൊല്യൂഷനെ നമ്മൾ ഹൈപ്പോട്ടോണിക് എന്ന് വിളിക്കും. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും ഇല്ലേ. ഇപ്പൊ എന്താ കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷൻ നമ്മൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ ഈ രണ്ട് സൊല്യൂഷൻ എന്താണ് തമ്മിൽ എന്താണ് ഇടയിൽ ഒരു സെമി പെർമനന്റ് മെമ്പറൈൻ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ ഇപ്പൊ ഈ സൊല്യൂഷൻ ഇവിടെ എടുത്ത് വെക്കും, 0.2 മോളർ സൊല്യൂഷൻ മേലെ വെക്കുന്നു, ഞാൻ രണ്ടിന് ഇടയിൽ നമ്മളൊരു സെമി പെർമനന്റ് മെമ്പറിനെ എടുത്ത് വെച്ചാൽ എപ്പോഴും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിരിക്കും നമ്മുടെ സിസ്റ്റം നോക്കുക. അപ്പൊ അങ്ങനെ വെച്ചാൽ എന്താണ് നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സാധനത്തിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം, അല്ലെങ്കിൽ കുറഞ്ഞ സാധനത്തിന്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. രണ്ടുപേരും ഓൾമോസ്റ്റ് ഈക്വൽ ആവാനാണ് അവർ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് പോകും. എന്ന് വെച്ചാൽ 0.2 മോളാർ ഉള്ള സ്ഥലത്ത് നിന്ന് വാട്ടർ മോളിക്യൂൾസ് 0.5 മോളാർ ഉള്ളിടത്തേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ എന്താ പറ്റുക, അങ്ങനെ പോകുമ്പോൾ ഈ 0.2 എന്ന് പറയുന്ന സാധനത്തിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും, ഇതിൻ്റെ അത് കുറഞ്ഞു വരികയും ചെയ്യും ഇല്ല. അപ്പൊ ഈ മൂവ്മെന്റ് എപ്പോൾ വരെ നടക്കും, രണ്ടിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആകുന്ന വരെ മൂവ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഓസ്മോസിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോട്ടോണിക് എടുത്ത് വെച്ചാൽ ഹൈപ്പോട്ടോണിക്കിൽ നിന്ന് ടോണിക്കിലേക്ക് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് സോളിഡ് മോളിക്യൂൾസ് മൂവ് ചെയ്യും. അപ്പൊ ഇങ്ങനെ മൂവ്മെന്റിനെ തടയാൻ വേണ്ടി നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു പ്രഷർ കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു മൂവ്മെന്റിന് ജസ്റ്റ് നിർത്താൻ വേണ്ടി നമുക്ക് എത്ര പ്രഷർ കൊടുക്കേണ്ടി വരുന്നോ ആ പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് ഇസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. അപ്പൊ അങ്ങനെ ഒരു വാട്ടറിന്റെ മോളിക്യൂൾ സോളിഡ് മോളിക്യൂളിന്റെ മൂവ്മെന്റ് തടയാൻ വേണ്ടി വേണ്ട മിനിമം പ്രഷറിന് അതിനാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, the flow of solvent from dilute solution to the concentrated solution across the semi-permeable membrane is due to the osmosis. ഇപ്പൊ ഒരു ഡൈലൂട്ട് സൊല്യൂഷൻ നിന്ന് പറഞ്ഞു ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, അതിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയ അല്ലെങ്കിൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലേക്ക് എന്താണ് സോൾവെന്റ് മൂവ് ചെയ്യുന്ന എന്താണ് അത് ഓസ്മോസിസ് കാരണമാണ് നടക്കുന്നത്. Important point to be kept in mind is that solvent molecules always flow from lower concentration to higher concentration of solution. ഇപ്പൊ ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്കായിരിക്കും എപ്പോഴും സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഗിവൺ ദാറ്റ് നമ്മൾ എന്താണ് വെളിയിൽ നിന്ന് എക്സ്റ്റേണൽ പ്രഷർ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുന്നു ഇല്ലേ. വെളിയിൽ നിന്ന് എക്സ്റ്റേണൽ പ്രഷർ കൊടുത്താൽ നമുക്ക് തിരിച്ചാണെങ്കിൽ മൂവ്മെന്റ് നടത്താം. പക്ഷേ നോർമലി നാച്ചുറലി നടക്കുന്ന പ്രോസസ് എന്താണ്, കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്കായിരിക്കും എപ്പോഴും സോൾവെന്റ് മോളിക്യൂൾസ് നീങ്ങുക. ഓക്കെ, the osmotic pressure has been found to depend on the concentration of the solution. ഇപ്പം osmotic pressure സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്ത്. ഓക്കെ, the osmotic pressure of a solution is the excess pressure that must be applied to a solution to prevent osmosis. അല്ലേ, അപ്പൊ ഒരു ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എക്സസ് എന്താണ് എക്സ്ട്രാ പ്രഷർ, അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. That is to stop the passage of solvent molecules through the semi-permeable. semi-permeable membrane solvent molecules മൂവ്മെന്റ് തടയാൻ വേണ്ടി പ്രഷർ. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ രണ്ട് ബീക്കറിൽ എന്താണ് രണ്ട് സൊല്യൂഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു സൊല്യൂഷനും ഇവിടെ ഒരു സോൾവെന്റും എടുത്ത് വെച്ചു. നമുക്കറിയാം രണ്ടിന്റെയും സർഫസിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ പൈ എന്ന് കാണിച്ചിരിക്കുന്ന എന്താണ് ഓസ്മോട്ടിക് പ്രഷർ. ഇത് ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുക. ഈ സാധനം
പൈ എന്ന് കാണിച്ചിരിക്കുന്നതാണ് ഓസ്മോട്ടിക് പ്രഷറിന്റെ സിമ്പിളാണ് ഈ പൈ. അപ്പൊ അത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ലെന്ന് ആദ്യം കൺസിഡർ ചെയ്യാം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? സോൾവെന്റ് മോളിക്യൂൾ എന്താണ് ഈ ജാറിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? ഓസ്മോസിസ് കാരണം ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ആ ഒരു സോൾവെന്റ് മോളിക്യൂൾസ് ഇപ്പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മേലെ ഒരു എക്സ്ട്രാ പ്രഷർ കൊടുക്കും. പറഞ്ഞ് ഈ പൈ എന്ന് പറയുന്ന പ്രഷർ കൊടുക്കും. അപ്പോൾ ഈ മൂവ്മെന്റ് അങ്ങ് നിൽക്കും. ഈ മൂവ്മെന്റ് പിന്നെ ഉണ്ടാക്കില്ല. അപ്പൊ ആ വെളിയിൽ നിന്ന് കൊടുക്കേണ്ടി വന്ന എക്സ്ട്രാ പ്രഷർ അതിനെയാണ് നമുക്ക് ഈ സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷർ ഇസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ്. ഈ സൊല്യൂട്ടിന്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. അതാണ് ഒരുപാട് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അത്രയും കൂടുതലായിരിക്കും, കൊടുക്കേണ്ട ഓസ്മോട്ടിക് പ്രഷർ അതനുസരിച്ച് കൂടും. ഓക്കെ, ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ ഇറ്റ് ഹാസ് ബീൻ എക്സ്പെരിമെന്റലി ഫൗണ്ട് ദാറ്റ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മൊളാരിറ്റി സി ഓഫ് ദി സൊല്യൂഷന്റെ ഗിവൻ ടെമ്പറേച്ചർ. ഇപ്പൊ എന്താണ് ഒരു സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? ഡൈലൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി അറ്റ് ഗിവൻ ടെമ്പറേച്ചർ. ഇപ്പൊ പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തി. പൈ എന്ന് പറയുന്നത് ആണ് ഓസ്മോട്ടിക് പ്രഷർ. പൈ ഈക്വൽ ടു സി ആർ ടി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റി. ഓക്കെ, അപ്പൊ അത് മാറ്റി നമുക്ക് എഴുതാം. സീനെ മാറ്റി നമുക്ക് എന്ത് മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം അല്ലേ? അപ്പം പൈ ഈക്വൽ ടു നമുക്ക് N2 ബൈ വി ആർ ടി. N2 എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം പൈ ഈസ് ഈക്വൽ ടു N2 നെ മാറ്റി എന്താ W2 ബൈ M2 എന്ന് എഴുതാം അല്ലേ? വി ആർ ടി എന്ന് വരും. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് M2 അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഈ കേസിൽ നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്യുന്നത്. വി എന്ന് പറയുന്ന വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മൊളാരിറ്റിയിൽ വരെ. അപ്പൊ ഇവിടെ N2 ഇക്വേഷൻ ഇവർ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത പോലെ അവർ ഡിറൈവ് ചെയ്തെടുത്തു. ഓക്കെ, നോയിങ് ദി ക്വാണ്ടിറ്റീസ് W2, T, പൈ ആൻഡ് V അല്ലേ? അപ്പൊ ഈ 4 ക്വാണ്ടിറ്റീസ് എന്താണ്? നമ്മൾ മിക്സ് ചെയ്ത സൊല്യൂട്ടിന്റെ വെയിറ്റ്, ടെമ്പറേച്ചർ, ഓസ്മോട്ടിക് പ്രഷർ, വോളിയം ഓഫ് സൊല്യൂഷൻ, ഇതെല്ലാം നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് അല്ലേ? ഇപ്പം ഇതെല്ലാം അറിയാമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മെഷർമെന്റ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ പ്രൊവൈഡ്സ് അനദർ മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് മോളാർ മാസ് ഓഫ് സൊല്യൂഷൻ. ഇപ്പൊ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് എന്താണ് ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് മെത്തേഡ് ഇസ് വൈഡ്ലി യൂസ് ഡിറ്റർമിൻ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ, പോളിമേഴ്സ് ആൻഡ് അതർ മാക്രോ മോളിക്യൂൾസ്. ഇപ്പൊ എന്താണ് പ്രോട്ടീൻസ്, പോളിമേഴ്സും പോലുള്ള മാത്രമല്ല വേറെയും കുറച്ച് മാക്രോ മോളിക്യൂൾസിന്റെ മോളിക്കുലർ മാസ് ഈ മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. The osmotic pressure method has the advantage over other methods as pressure measurement is around the room temperature and the molarity of the solution is used instead of molarity. ഇപ്പൊ എന്താണ് ഈ മെത്തേഡ് ഉപയോഗിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇവിടെ നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത് എന്താണ്? റൂം ടെമ്പറേച്ചറിന്റെ ആ റേഞ്ചിലാണ് നമ്മൾ പ്രഷർ അടുത്ത് എലവേഷൻ പോയിന്റ് ഫ്രീസിംഗ് പോയിന്റ് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ ആ കേസിൽ നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ റൂം ടെമ്പറേച്ചറിലാണ് നമുക്ക് ചെയ്യാൻ. മാത്രമല്ല ഇവിടെ മൊലാരിറ്റിക്ക് പകരം എന്താണ് നമ്മൾ മൊലാരിറ്റിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? As compared to other colligative properties, its magnitude is large even for very dilute solution. എന്താണ് വളരെ ചെറിയ കോൺസെൻട്രേഷനുള്ള ഡൈലൂട്ട് സൊല്യൂഷൻസിന് പോലും എന്താണ് ഇവരുടെ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. The technique of osmotic pressure for determination of molar mass of solid is particularly useful for biomolecules as they are generally not stable at higher temperatures and polymers have pure solubility. എന്താണ് ഇപ്പം ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഈ പറയുന്നത്. ഇവര് ബയോമോളിക്യൂൾസിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ പർട്ടിക്കുലർ യൂസ്ഫുൾ ആണ്. കാരണം നമ്മുടെ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഉപയോഗിച്ചാൽ എന്താണ് അവിടെ ഹൈ ടെമ്പറേച്ചറിൽ എന്താണ് ഈ ബയോമോളിക്യൂൾസ് ഡിസിന്റഗ്രേറ്റ് ആയി പോകും അല്ലേ? സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ടു സൊല്യൂഷൻസ് ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോട്രോണിക് സൊല്യൂഷൻ. ഇപ്പൊ എന്താണ് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള രണ്ട് സൊല്യൂഷൻസിന് ഒരു ടെമ്പറേച്ചറിൽ ഒരേ ഓസ്മോട്ടിക് പ്രഷറിൽ രണ്ട് സൊല്യൂഷൻസ് നമുക്ക് ഐസോട്രോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, when such solutions are separated by semi-permeable membrane, no osmosis occurs between them. ഇപ്പൊ എന്താണ് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണ് രണ്ട് സൊല്യൂഷൻസിന് ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഇതേപോലെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചാൽ എന്താണ് രണ്ടിടത്തേക്കും സോളന്റ് മോളിക്യൂളിന്റെ മൂവ്മെന്റ് നടക്കത്തില്ല. ഓക്കെ, കാരണം രണ്ടുപേർക്കും ഒരേ ഓസ്മോട്ടിക് പ്രഷർ, അതുകൊണ്ട് മൂവ്മെന്റ് നടക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരേ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള സൊല്യൂഷൻസിന് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് വിളിച്ചു. ഓക്കെ, when such solutions are separated by semi-permeable membrane, no osmosis occurs between them. For example, the osmotic pressure associated with the fluid inside the blood cell is equivalent to that of 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇപ്പൊ എന്താണ് ഇവിടെ ബ്ലഡ് സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ എന്താണ് അത് ഏതായിട്ട് ഐസോട്ടോണിക് എന്ന് പറയുന്നത് 0.9% മാസ് ബൈ വോളിയം പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആയിട്ട് ഐസോട്ടോണിക് ആണ്. അപ്പം ഈ സൊല്യൂഷൻ എന്താണ് 0.9% സോഡിയം ക്ലോറൈഡ് ഇതാണ് നോർമൽ സലൈനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സൊല്യൂഷൻ നമ്മൾ ഡ്രിപ്പ് ഇട്ട് ഇറക്കുമ്പോൾ
നോർമൽ സെൽ നമ്മൾ കുത്തിവെക്കുന്ന എന്താണ് ഈ കോൺസെൻട്രേഷൻ ഉള്ള നോർമൽ എന്താണ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. കാരണം ആ സൊല്യൂഷൻ ബ്ലഡ് സെല്ലിനകത്തുള്ള ഫ്ലൂയിഡുമായിട്ട് ഐസോട്ടോണിക് ആയത്. ഓക്കെ, അപ്പം ബ്ലഡ് സെൽസിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്ത് വരുത്തതുമില്ല, ബ്ലഡ് സെൽസിനകത്തേക്ക് ഫ്ലൂയിഡ് കയറത്തതുമില്ല. അപ്പം ബ്ലഡ് സെൽസിന് ഡാമേജ് ഇല്ലാണ്ട് നിൽക്കും. പിന്നെ അതല്ല നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ കൂടിയായിട്ട് എന്താണ് സലൈനാണ് കുത്തിവെക്കുന്നതെങ്കിലോ ബ്ലഡ് സെൽസിൽ നിന്നുള്ള ഫ്ലൂയിഡ് പുറത്തേക്ക് വരും അല്ലേ. അതല്ല കോൺസെൻട്രേഷൻ കുറഞ്ഞ ഒരു നോർമൽ സെല്ലാണ് നമ്മൾ കുത്തിവെക്കുന്നെങ്കിൽ ബ്ലഡ് സെൽസിന്റെ അകത്തേക്ക് വെള്ളം കയറുകയും ചെയ്യും, RBC ബേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദി പ്ലേസ് ദ സെൽസ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 0.9% mass by volume sodium chloride, water will flow out of the cells and they will shrink. അല്ലേ, അപ്പം അതാണ് പറയുന്നത്. ബ്ലഡ് അകത്തുള്ള ഫ്ലൂയിഡിനേക്കാൾ കോൺസെൻട്രേഷൻ കൂടിയ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്കാണ് നമ്മൾ ബ്ലഡ് സെൽസ് ഇടുന്നതെങ്കിൽ എന്താണ് അവിടെ RBC ഷ്രിവൽഡ് പോകും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ ഹൈപ്പർടോണിക് എന്ന് വിളിക്കും. ഏത് ഹൈപ്പർടോണിക് നമ്മൾ പറഞ്ഞല്ലേ, കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷൻ നമ്മൾ ഹൈപ്പർടോണിക് എന്ന് വിളിക്കും. അതല്ല അതിനേക്കാളും കോൺസെൻട്രേഷൻ കുറഞ്ഞത് തന്നെയാണെങ്കിൽ നമ്മൾ ഹൈപ്പോട്ടോണിക് എന്ന് വിളിക്കും. ഇപ്പൊ എപ്പോഴും ഈ സൊല്യൂഷൻസ് എന്താണ് വേറെ ഒരിടത്തിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഹൈപ്പർടോണിക് ആണോ ഹൈപ്പോട്ടോണിക് ആണോ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഐസോട്ടോണിക് ആണെന്ന് പറയാം. ഒരു ബ്ലഡ് സെൽസ് നമ്മൾ ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലായിട്ടാണ് വയ്ക്കുന്നത്. ഈ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഒരു സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഭയങ്കര ഡൈലൂട്ട് ആയിട്ടുള്ള സൊല്യൂഷനിലേക്കാണ് നമ്മൾ RBC ഇടുന്നതെങ്കിൽ എന്ത് പറ്റും, അവിടെ വെച്ച് നോക്കുമ്പോൾ എന്താണ് വെളിയിലുള്ള ഫ്ലൂയിഡിന് കോൺസെൻട്രേഷൻ കുറവാണ്, ബ്ലഡ് സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിന് എന്താണ് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെളിയിലുള്ള ഫ്ലൂയിഡ് എന്താണ് സോൾവെന്റ് മോളിക്യൂൾ ബ്ലഡ് സെൽസിനകത്തേക്ക് നീങ്ങും, RBC ഡെവലപ്പ് ആവും. ഓക്കെ, ദ ഫിനോമിന മെൻഷൻഡ് ഇൻ ദി beginning of this section can be explained on the basis of osmosis. A raw mango placed in concentrated salt solution loses water by osmosis and shrivel into a pickle. അല്ലേ, ഇപ്പം നമ്മള് മാങ്ങ വെട്ടി ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഇല്ലേ അത് മാങ്ങയുടെ നല്ല ചുരുങ്ങും അല്ലേ, കാരണം അതിലുള്ള വെള്ളം ഈ ഉപ്പുവെള്ളത്തിലേക്ക് നീങ്ങുന്നു, ഓസ്മോസിസ് വഴി നീങ്ങുന്നു അല്ലേ. അതുകൊണ്ടാണ് മാങ്ങ ചുരുങ്ങി വരുന്നത്. Wilted flowers revive when placed in fresh water. A carrot that has become limp because of water loss in the atmosphere can be placed in the water, making it firm once again. ഇപ്പൊ വെള്ളം നഷ്ടപ്പെട്ട് സോഫ്റ്റ് ആയ ക്യാരറ്റ് ഒക്കെ വെള്ളത്തിൽ മുക്കി വെച്ചാൽ എന്താണ് വീണ്ടും കട്ടിയായിട്ട് മാറും. വെള്ളം അതിലേക്ക് നീങ്ങി ഓസ്മോസിസ് വഴി അതിലേക്ക് നീങ്ങി വീണ്ടും കട്ടിയാക്കും. ഇവിടെ ഓസ്മോസിന് പല എക്സാമ്പിൾസ് ആണ് പറയുന്നത്. പീപ്പിൾ ടേക്കിംഗ് എ ലോട്ട് ഓഫ് സോൾട്ട് ഓർ സോൾട്ടി ഫുഡ് എക്സ്പീരിയൻസ് വാട്ടർ റിട്ടൻഷൻ ഇൻ ടിഷ്യൂ സെൽസ് ആൻഡ് ഇന്റർസെല്ലുലർ കേസസ് ബിക്കോസ് ഓഫ് ഓസ്മോസിസ്. ഇപ്പൊ എന്താണ് നമ്മൾ ഒരുപാട് സോൾട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ അവരുടെ സെല്ലിനകത്ത് എന്താണ് സോൾട്ട് കണ്ടന്റ് കൂടുതലായിരിക്കും അല്ലേ. അപ്പൊ അവിടെയും കുറച്ചൊക്കെ ഇത് കൂടുതലായതുകൊണ്ട് അവര് സോൾട്ട് കൂടുതലാണ്, അവിടെ കോൺസെൻട്രേഷൻ കൂടിയില്ല. അപ്പൊ അവിടെ അവിടെ കൂടുതൽ വാട്ടറിനെ റീറ്റെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി അവർക്കുണ്ട്. ഓക്കെ, റിസൾട്ടിംഗ് പഫിനെസ് ഓർ സ്വെല്ലിംഗ് ഇസ് കോൾഡ് എഡിമ. അപ്പൊ അങ്ങനെ വാട്ടർ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടെന്നാണ് അങ്ങനെയാണ് എഡിമ ഉണ്ടാകുന്നത്. കാരണം വാട്ടർ റിട്ടൻഷൻ നടക്കുന്നതുകൊണ്ട് അവർക്ക് എഡിമ അല്ലെങ്കിൽ നീരുണ്ടാവുന്നു. വാട്ടർ മൂവ്മെന്റ് ഫ്രം സോയിൽ ഇൻ ടു ദ പ്ലാന്റ് റൂട്ട്സ് ആൻഡ് സബ്സിക്വന്റ്ലി ഇൻ അപ്പർ പോർഷൻ ഓഫ് ദ പ്ലാന്റ് ഇസ് പാർട്ട്ലി ഡ്യൂ ടു ഓസ്മോസിസ്. ഇപ്പൊ എന്താണ് ചെടികൾ മണ്ണിൽ നിന്ന് വെള്ളം എടുക്കുന്നത് അതെന്താണ് കുറച്ച് ഓസ്മോസിന്റെ റോൾ വഴിയാണ് നടക്കുന്നത്. ദ പ്രിസർവേഷൻ ഓഫ് മീറ്റ് ബൈ സോൾട്ടിംഗ് ആൻഡ് ഓഫ് ഫ്രൂട്ട്സ് ബൈ ആഡിംഗ് ഷുഗർ പ്രൊട്ടക്ട്സ് against bacterial action. ഇപ്പൊ എന്താണ് നമ്മള് ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടി എന്താണ് ഉണക്ക മീനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ് ഉപ്പിൽ വെച്ചാൽ ഡ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഉപ്പ് ഒഴിക്കുന്ന കാരണം എന്താണ് ഒരു പാത്തജനിൽ ബാക്ടീരിയക്ക് അതിലേക്ക് പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പോയി അറ്റാക്ക് ചെയ്താൽ എന്താണ് ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്ന് തന്നെ അവർക്ക് വാട്ടർ യൂസ് ചെയ്ത് എന്താണ് അവർ തത്തുവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബാക്ടീരിയ ഓൺ സോൾട്ടഡ് മീറ്റ് ഓർ കാൻഡിഡ് ഫ്രൂട്ട് ലൂസസ് വാട്ടർ, സ്ട്രിമൈസ് ആൻഡ് ഐസ്ക്രീം. ഇങ്ങനെ ഉപ്പ് വെച്ച് അല്ലെങ്കിൽ പഞ്ചസാര വെച്ച് നമ്മൾ ഉണക്കിയെടുത്ത സാധനങ്ങളിലേക്ക് ബാക്ടീരിയ പോയാൽ അവരുടെ ബോഡി എന്താണ് വെള്ളം ലൂസ് ചെയ്ത് അവര് ചത്തുപോകുന്നത്. അതാണ് സംഭവിക്കുന്നത്. അടുത്ത് പറയാനുള്ളത് റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. The direction of osmosis can be reversed if a pressure larger than the osmotic pressure is applied to the solution side. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു എക്സ്റ്റേണൽ പ്രഷർ ഒന്നും ഇല്ലെങ്കിൽ എന്താണ് ഓസ്മോസിസ് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്കായിരിക്കും സോളൻ മോളിക്യൂൾസ് എന്താണ് മൂവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഓസ്മോട്ടിക് പ്രഷർ കൊടുത്താൽ എന്ത് പറ്റും, ഓസ്മോട്ടിക് പ്രഷർ കൊടുത്താൽ ഓസ്മോസിസ് നിൽക്കും അല്ലേ, സോളൻ മോളിക്യൂൾസിന് മൂവ്മെന്റ് നടക്കത്തില്ല. ഇനി അതല്ല ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ ഒരു പ്രഷർ നമ്മൾ സൊല്യൂഷന്റെ സൈഡിൽ കൊടുത്താൽ എന്താ പറ്റുക, സോളൻ മോളിക്യൂൾസ് ഓസ്മോസിന്റെ നോർമൽ ഓസ്മോസിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിലേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ആലോചിക്കുക, നമുക്ക് ഇവിടെ പൈ എന്ന് പ്രഷർ കൊടുത്തപ്പോൾ അല്ലേ, പൈ എന്ന് പ്രഷർ കൊടുത്തപ്പോൾ എന്താണ് ഇങ്ങോട്ട് സോൾവെന്റ് വരുന്നത് നിന്ന് അല്ലേ, ഇത് നിർത്താൻ പറ്റി ഓസ്മോട്ടിക് പ്രഷർ കൊടുത്തു. ഇനി അതല്ല ഓസ്മോട്ടിക് പ്രഷറിനെക്കാളും കൂടിയൊരു പ്രഷർ അല്ലെ, പൈ ഡാഷ് എന്നല്ലേ, ഓസ്മോട്ടിക് പ്രഷറിനെക്കാളും കൂടിയൊരു പ്രഷർ നമ്മുടെ ആണെങ്കിൽ എന്താ പറ്റുക, നോർമൽ പ്രോസസ് എന്തായാലും സംഭവിക്കേണ്ടിയിരുന്നു സോൾവെന്റ് മോളിക്യൂൾസ് വരേണ്ടത് അല്ലേ. പക്ഷേ ഓസ്മോട്ടിക് പ്രഷറിനെക്കാളും കൂടിയൊരട്ട പ്രഷർ കൊടുത്താൽ ഈ സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിലേക്ക് സൊല്യൂഷനുള്ള സോൾവെന്റ് മോളിക്യൂൾസ് നീങ്ങും. അപ്പൊ ഓസ്മോസിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ പ്രോസസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. The direction of osmosis can be reversed if a pressure larger than the osmotic pressure is applied to the solution side. Solution side നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനെക്കാളും വലിയ ഒരു പ്രഷർ കൊടുത്താൽ ഓസ്മോസിന്റെ ഡയറക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാം. At least now the pure solvent flows out of the solution through the semi permeable membrane. അല്ലേ, പ്യൂർ സോൾവെന്റ് എന്താണ് സൊല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും.
This phenomenon is called reverse osmosis and is of great practical use. ഈ റിസോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്നുള്ളത്. അപ്പൊ അതിന് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് ഇസ് യൂസ്ഡ് ഇൻ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. സീ വാട്ടറിൽ നമുക്ക് പ്യുവർ വാട്ടർ മോളിക്യൂൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എന്താണ് ഇതുപോലെ റിവേഴ്സ് ഓസ്മോസിസ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. എ സ്കീമാറ്റിക് സെറ്റപ്പ് ഫോർ ദി പ്രോസസ് ഇസ് ഷോൺ ഫിഗർ 1.1. ഈ ഫിഗറിന്റെ അവിടെ നോക്കാം. ഇവിടെ സോൾട്ട് വാട്ടർ ഇവിടെ ഇതിലൂടെ ഇവിടെ നമുക്ക് സോൾട്ട് വാട്ടർ ഉണ്ട്. സോൾട്ട് വാട്ടറിൽ നമ്മൾ ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. എന്താണ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറിനെക്കാളും വലിയൊരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ സോൾട്ട് വാട്ടറിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് സെപ്പറേറ്റ് ആയി പുറത്ത് വരും. എന്നിട്ട് ആ ഫ്രഷ് വാട്ടർ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ് നടക്കുന്നത്. When pressure more than osmotic pressure is applied, pure water is squeezed out of the sea water through the membrane. A variety of polymer membranes are available for this. ഇതേപോലൊരു മെംബ്രെയിൻ നമ്മൾ അവിടെ വെച്ചിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് പുറത്ത് വന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. The pressure required for the reverse osmosis is quite high. എന്നാൽ റിവേഴ്സ് ഓസ്മോസിസ് നടത്താൻ വേണ്ടിയുള്ള പ്രഷർ എന്ന് പറയുന്നതാണ് വളരെ വലിയൊരു പ്രഷറാണ്. A workable porous membrane is a film of cellulose acetate placed over a sustainable suitable substrate. നമ്മൾ ഉപയോഗിക്കുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലോസ് അസറ്റേറ്റ് ആണ്. ഓക്കെ, സെല്ലുലോസ് അസറ്റേറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ ബട്ട് ഇംപെർമിയബിൾ ടു ഇംപ്യൂരിറ്റീസ് ആൻഡ് അയോൺസ് പ്രസന്റ് ഇൻ സീ വാട്ടർ. എന്താണ് സെല്ലുലോസ് അസറ്റേറ്റ് വാട്ടറിനെ കടത്തിവിടും, അതാണ് പെർമിയബിൾ ടു വാട്ടർ എന്ന് പറയുന്നത്. പക്ഷെ ആരെ കടത്തി വിടത്തില്ല? ഇംപെർമിയബിൾ ടു ഇംപ്യൂരിറ്റീസ് ആൻഡ് അയോൺസ്. ആ വെള്ളത്തിലുള്ള ഇംപ്യൂരിറ്റീസും അഴുക്കിനെയും അയോൺസിനെയും കടത്തി വിടത്തില്ല സെല്ലുലോസ് അസറ്റേറ്റ്. These days, many countries use desalination plants to meet their potable water requirements. ഒരുപാട് രാജ്യങ്ങളിൽ എന്താണ് ഇപ്പം റിവേഴ്സ് ഓസ്മോസിസ് വഴിയാണ് എന്താണ് ഒരു വാട്ടർ ക്ലീൻ വാട്ടർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പഠിക്കാനുള്ളത് അബ്നോർമൽ മോളാർ മാസ്. We know that ionic compounds when dissolved in water dissociate into cations and ions. ഇപ്പൊ അയോൺസ് എന്ന് നമുക്കറിയാം. അയോണിക് കോമ്പൗണ്ട്സ് നമ്മൾ ഒരു സോൾവെന്റ് നമ്മൾ ഇട്ടാൽ എന്താണ് അത് ഡിസോസിയേറ്റ് എന്താണ് കാറ്റയോൺ ആനിയോൺ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഡിസോൾവ് 1 mole of KCl in water, we expect 1 mole each of K plus and Cl minus. KCl എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്താൽ നമുക്കറിയാം ഒരു മോൾ KCl നിന്ന് നമുക്ക് ഓരോ മോൾ പൊട്ടാസ്യം അയണും ഓരോ മോൾ ക്ലോറൈഡ് അയണും നമുക്ക് കിട്ടും അല്ലേ. ഇഫ് ദിസ് ഹാപ്പൻസ് there would be 2 moles of particles in solution. എന്ന് വെച്ചാൽ നമ്മൾ ഒരു മോൾ KCl നമ്മൾ ഡിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് സൊല്യൂഷനിൽ എന്താണ് 2 മോൾ പാർട്ടിക്കിൾസ് കിട്ടി. If we ignore intra-ionic attractions, 1 mole of KCl in 1 kilogram of water would be expected to increase the boiling point by 2 into 0.52 Kelvin അല്ലേ. അപ്പൊ നമുക്കറിയാം വെള്ളത്തിൽ ഇടുമ്പോൾ KCl ഫുള്ള് ഡിസോസിയേറ്റ് ചെയ്ത് രണ്ടായിട്ട് മാറും നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇൻക്രീസിംഗ് ബോയിലിംഗ് പോയിന്റ് എന്താണ് ഒരു മോൾ KCl ആണ് ഒരു മോൾ സൊല്യൂട്ട് ആണ് ആയിരുന്നെങ്കിൽ 0.52 ആയിരുന്നു ഇൻക്രീസിംഗ് ബോയിലിംഗ് പോയിന്റ്. ഇവിടെ 2 മോൾ ഉള്ളതുകൊണ്ട് 2 into 0.52 1.04 Kelvin അവിടെ ഇൻക്രീസിംഗ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും. എക്സ്പെക്ട് നമ്മൾ ചെയ്യും, കാരണം KCl രണ്ടായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാവുന്നുണ്ട്. കാരണം ഈ 0.52 അവിടെ നോക്കിയിട്ട് 0.52 എന്ന് പറയുന്നതാണ് വാട്ടറിന്റെ KB വാല്യൂ. അപ്പോൾ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്താൽ നമുക്ക് ഇത്രയാണ് കിട്ടുക. ഓക്കെ, നൗ if you did not know about the degree of dissociation, we could let to conclude that the mass of 2 mole particles is 74.5 gram and the mass of 1 mole of KCl would be 37.25 gram. പക്ഷേ നമുക്ക് അറിഞ്ഞൂടായിരുന്നെങ്കിൽ എന്താണ് ഈ ഇങ്ങനെ രണ്ടായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു നമുക്ക് അറിഞ്ഞൂടായിരുന്നെങ്കിൽ എന്തായാലും നമ്മൾ വിചാരിച്ചാൽ 2 മോൾ പാർട്ടിക്കിളിന്റെ അറ്റോമിക് മാസ് ആണെന്ത് 74.5 എന്നോ അങ്ങനെയാണെങ്കിൽ ഒരു മോൾ KCl മാസ് 37.25 എന്ന് നമുക്ക് കിട്ടിയേനെ. കാരണം 2 മോൾ നമ്മൾ M2 നമ്മൾ കൺസിഡർ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടിയേനെ. This brings into the light that rule that when there is dissociation of solute into ions, the experimental determined molar mass always lower than the true value. ഇനിയിപ്പോ എന്താണത് ഇത് എന്താണ് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലായി. നമുക്ക് ഒരു സൊല്യൂട്ട് ഡിസോസിയേറ്റ് ചെയ്ത് ഒന്നിൽ കൂടുതൽ സാധനങ്ങളായാലും നമുക്ക് ഫോർമുല വഴി കിട്ടുന്ന മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ഒറിജിനലിനേക്കാളും കുറവായിട്ടുള്ള മോളാർ മാസ് ആണ്. അപ്പം KCl നമുക്ക് ഇങ്ങനെ ഡിസോസിയേറ്റ് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ എക്സ്പെരിമെന്റിൽ നമ്മൾ ആ ഫോർമുല വെച്ച് നമുക്ക് കിട്ടേണ്ടിയിരുന്ന മാസ് 37.25 ആണ്. നമുക്ക് ഡിസോസിയേറ്റ് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് 74.5 നമ്മൾ എടുത്തത് അല്ലേ. അപ്പൊ അങ്ങനെ അയോൺസിന്റെ കേസിൽ ഡിസോസിയേഷൻ വരുന്നുണ്ട്. അപ്പൊ അയോൺസിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ നമുക്ക് കൊണ്ടുവരണം. മോളിക്യൂൾസ് ഓഫ് എഥനോയിക് ആസിഡ്, അസിറ്റിക് ആസിഡ് എന്താണ് ഡൈമറൈസിൻ ബെൻസീൻ ഡ്യൂ ടു ഹൈഡ്രജൻ ഇല്ലേ. അപ്പൊ നമുക്ക് 2 മോൾ അസിറ്റിക് ആസിഡ് ഇട്ടാൽ എന്താണ് അത് ഒരു ഡൈമറൈസ് ചെയ്ത് 1 മോൾ കോമ്പൗണ്ട് അസിറ്റിക് ആസിഡ് നമുക്ക് സൊല്യൂഷനിൽ കിട്ടും. അപ്പം 1 ഇട്ടിട്ട് 2 ആവാനുള്ള ചാൻസ് ഉണ്ട്, 2 ഇട്ട് 1 ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഡിസോസിയേറ്റ് ചെയ്യാനും അസോസിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സൊല്യൂട്ട്സിന്റെ കേസിൽ. ഇപ്പൊ ബെൻസീൻ അസിറ്റിക് ആസിഡിന്റെ കേസിലാണെങ്കിൽ അവർ ഡൈമറൈസ് ചെയ്ത് hydrogen bonding age dimerize ചെയ്ത് നിൽക്കും ബെൻസീൻ. This normally happens in solvents of low dielectric constant. In this case, the number of particles is reduced due to dimerization. ഈ കേസിലാണെങ്കിൽ എന്താണ് number of particles ഡൈമറൈസേഷൻ കാരണം കുറഞ്ഞു. Association of molecules is depicted as follows.
It can be undoubtedly stated that if all the molecules of ethanoic acid associate in benzene, then delta TB or delta TF for ethanoic acid will be half of the normal level. ഇല്ലേ എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ബെൻസോയിക് ആസിഡ് മൊത്തം ഡൈമറസ് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്താണ് ഡെൽറ്റ ടിബിയുടെ വാല്യൂ എന്തോ വന്നേനെ, പ്രതീക്ഷിച്ച വാല്യൂന്റെ നേരെ ഹാഫ് വന്നേനെ അല്ലേ. നമ്മൾ രണ്ടിട്ടാലും ഒരു മോളിക്യൂളെ അവിടെ സൊല്യൂട്ട് ആയിട്ട് ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഡെൽറ്റ ടിബി നമ്മൾ ഉപയോഗിച്ചതിന്റെ ഉദ്ദേശം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിന്റെ നേരെ ഹാഫേ വരത്തുള്ളൂ. Molar mass calculated on the basis of this delta TB or delta TF will therefore be twice the expected value. അപ്പൊ എന്താണ് ആ ഡെൽറ്റ ടി ബി കിട്ടിയില്ലെങ്കിൽ ഡെൽറ്റ ടി എഫ് നമുക്ക് കിട്ടി. അപ്പൊ അത് വെച്ച് നമ്മൾ മോളിക്യുലർ മാസ് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടേണ്ടിയിരുന്ന ബെൻസോയിക് ആസിഡ് മോളിക്യുലർ മാസിന്റെ ഡബിൾ കിട്ടിയിരുന്നു. Such a molar mass that is either lower or higher than the expected or normal value is called an abnormal molar mass. ഇപ്പൊ എന്താണ് ഒരു നോർമൽ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂവിനേക്കാളും അതിൽ നിന്ന് ഡീവിയേഷൻ വന്ന മോളാർ മാസ് കൂടിയതോ കുറഞ്ഞതോ ആവാം. അങ്ങനെയുള്ള മോളാർ മാസ് നമ്മൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് വിളിക്കും. ഓക്കെ. In 1880, Van Hoff introduced the factor I, known as the Van Hoff factor. I എന്ന് പറയുന്ന ഫാക്ടർ പേര് Van Hoff factor ഇൻട്രൊഡ്യൂസ് ചെയ്ത Van Hoff to account for the extent of dissociation resistance. ഇപ്പൊ എന്താണ് മോളിക്യൂൾസ് സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന അസോസിയേഷനെയും ഡിസോസിയേഷനെയും എന്താണ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വാൻ ഹോഫ് ഒരു ഫാക്ടർ ഉണ്ടോന്ന് ഐ. അപ്പൊ ഐയുടെ ഫോർമുല ഐ ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ബൈ അബ്നോർമൽ മോളാർ മാസ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, അതിന് വേറെ ഫോർമുലയാണ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. Total number of moles of particles after association or dissociation by number of moles of particles before association dissociation. നമുക്ക് ആലോചിക്കാം, നമ്മളിപ്പോ അസിറ്റിക് ആസിഡിന്റെ കേസാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അസിറ്റിക് ആസിഡിന്റെ മോളാർ മാസ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. ഇപ്പൊ നോർമൽ മോളാർ മാസ് എക്സ് ആയിരുന്നു, നമുക്ക് കിട്ടിയ അബ്നോർമൽ മോളാർ മാസ് 2x ആണ്. അപ്പൊ ഐയുടെ വാല്യൂ എന്ത് വരും? 1/2 വരും അല്ലേ. ഇനി ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? എലിവേഷന് ബോയിലിംഗ് പോയിന്റ് എന്ന് വിചാരിക്കുക. അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട എന്താ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് നേരത്തെ കിട്ടിയതിന്റെ ഹാഫ് ആ വരേണ്ടത് അല്ലേ. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റീവ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 1 വരും, അതും ഇപ്പൊ 1/2 മതി അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് ഇതേപോലെ ഇക്വേഷനുകൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. Here, abnormal molar mass is experimentally determined molar mass and calculated colligative properties are obtained by assuming that the non-volatile solute is neither associating nor residue. ഈ കേസിൽ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന M2 വാല്യൂ ആണ് അബ്നോർമൽ മോളാർ മാസ്. ഈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിന് അസോസിയേഷനോ ഡിസോസിയേഷനോ ഒന്നും ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ, അതാണ് കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഏതായിക്കോട്ടെ, അതാണ് കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇൻ കേസ് ഓഫ് അസോസിയേഷൻ, വാല്യൂ ഓഫ് ഐ ഈസ് ലെസ് ദാൻ യൂണിറ്റി, വൈൽ ഫോർ ഡിസോസിയേഷൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ഇപ്പൊ അസോസിയേഷന്റെ സമയത്ത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അസിറ്റിക് ആസിഡിന്റെ കേസിൽ അസോസിയേഷന്റെ കേസിൽ ഐയുടെ വാല്യൂ എന്താണ്? എപ്പോഴും 1-നേക്കാളും കുറവായിരിക്കും. ഇനി ഡിസോസിയേഷൻ ആണെങ്കിൽ ഐയുടെ വാല്യൂ 1-നേക്കാളും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ വാല്യൂ ഓഫ് അക്വസ് കേസിസ് സൊല്യൂഷൻസ് ക്ലോസ് ടു 0.2 അല്ലെ. കേസിന്റെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ എന്താണ്? ഓൾമോസ്റ്റ് 2 ആണ്. എന്ന് വെച്ചാൽ എന്താണ്? കേസിൽ മൊത്തത്തിൽ അവിടെ ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ദ വാല്യൂ ഓഫ് എത്തനോയിക് ആസിഡ് ബെൻസിൻ ഈസ് നിയർലി 5. അസിറ്റിക് ആസിഡിന്റെ അസോസിയേഷൻ അല്ലെങ്കിൽ ഐയുടെ വാല്യൂ എന്താണ്? വാൻ ഹോഫ് ഫാക്ടറിന്റെ വാല്യൂ 0.5 ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഓൾമോസ്റ്റ് എല്ലാ മോളിക്യൂളും എന്താവുന്നുണ്ട്? ഡൈമറൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 0.5ക്ക് അടുത്തുള്ള വാല്യൂ കിട്ടുന്നത്. ഓക്കെ. ഇൻക്ലൂഷൻ ഓഫ് വാൻ ഹോഫ് ഫാക്ടർ മോഡിഫൈസ് ഇക്വേഷൻസ് ഫോർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇപ്പൊ എന്താണ്? നമ്മൾ ഇങ്ങനെയുള്ള അസോസിയേഷൻ ഡിസോസിയേഷനും കൂടെ കൺസിഡർ ചെയ്താൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻസിനെല്ലാം വ്യത്യാസങ്ങൾ. അതായത് റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ ഇക്വേഷനിൽ എല്ലായിടത്തും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഐയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് നോക്കാം. ഇവിടെ ഐ വരുന്നുണ്ട്, ഇവിടെ ഐ ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഡെൽറ്റ ടി ബിയുടെ ആണെങ്കിലും ഡെൽറ്റ ടി എഫിന്റെ ആണെങ്കിലും റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷറിന്റെ ആണെങ്കിലും ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷൻ ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഐ ഇൻക്ലൂഡ് ചെയ്യുക. ഐ ഇൻക്ലൂഡ് ചെയ്താൽ ആ ഇക്വേഷൻ ന്യൂമറിക്കലി കറക്റ്റ് ആവും. ഓക്കെ. 1.4 വാല്യൂ ഫോർ ദി എന്താണ്? അപ്പോൾ പല സാധനങ്ങളുടെ വാൻ ഹോഫ് ഫാക്ടർ ആണ് അവിടെ തന്നേക്കുന്നത്. ഓക്കെ. NaCl എന്താണ്? NaCl വാൻ ഹോഫ് ഫാക്ടർ 0.1 മോളാർ, 0.01 മോളാർ, 0.001 മോളാർ. അപ്പം ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് ഡിസോസിയേഷൻ കൂടും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വന്നാൽ വാൻ ഹോഫ് ഫാക്ടർ നമ്മൾ 2 ആയിട്ട് എടുക്കും. കാരണം എല്ലാ വാല്യൂസും 2ന്റെ അടുത്താണ്. KCl ആണെങ്കിൽ നമ്മൾ 2 ആയിട്ട് എടുക്കും. MgSO4 എന്താവുന്നു? അതും 2 ആയിട്ട് എടുക്കും. K2SO4 3 ആയിട്ട് എടുക്കും. അപ്പം സൊല്യൂഷനിൽ ഇവർ എത്ര അയോൺസ് ആയിട്ട് മാറുന്നു? NaCl 2 ആയിട്ട് മാറുന്നു, KCl 2 ആയിട്ട് മാറുന്നു, MgSO4 2 ആയിട്ട് മാറുന്നു, K2SO4 3 ആയിട്ട് മാറും. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഈ വാല്യൂസ് എടുത്താൽ മതി. പക്ഷെ അത്രയും ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിലുള്ള വാല്യൂസ് ഉണ്ട്. ഓരോന്നിലും വ്യത്യാസമുണ്ട്. ലോവർ കോൺസെൻട്രേഷനിൽ ഡിസോസിയേഷൻ കുറവായിരിക്കും. ഒബ്വിയസ്ലി ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് ഡിസോസിയേഷൻ കൂടും. ഓക്കെ. പാസ് ഔട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.